ഫ്രണ്ട്സ്, വേൾഡ് കപ്പ് കഴിഞ്ഞുള്ള രണ്ടാം ക്രിക്കറ്റ് പര്യടനത്തിൽ ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പര ആരംഭിക്കുന്നു. എല്ലാ മലയാളികളുടെയും മനസ്സിലുള്ള ഒരേ ഒരു ചോദ്യം സഞ്ജു സാംസൺ കളിക്കുന്നുണ്ടാവുമോ എന്നുള്ളതാണ്. ഒരു സംശയവും വേണ്ട, കളിക്കാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കാരണങ്ങൾ പലതായിരിക്കാം, പക്ഷെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ പറയും ഒരേ ഒരു കാരണം, സഞ്ജുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സംരക്ഷിച്ചു നിർത്താൻ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഗോഡ് ഫാദേഴ്സ് ഇല്ല. അത് തന്നെ കാരണം. ഒരുപക്ഷെ മുംബൈക്ക് വേണ്ടിയോ ഡൽഹിക്ക് വേണ്ടിയോ കളിച്ചിരുന്നെങ്കിൽ പണ്ടേ രക്ഷപ്പെട്ടു പോയനെ. വേൾഡ് കപ്പിലേക്ക് ഒന്ന് എത്തി നോക്ക്. സന്നാഹ മത്സരത്തിൽ ഒരു ചാൻസ് കിട്ടി, ശരിയായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. അത് ഓപ്പണറായിട്ടാണ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ ബെസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 1 ഡൗണോ 2 ഡൗണോ ആണ്. പിന്നെ ഒരു ഗെയിമിലും കളിക്കാൻ ഒത്തില്ല. നമുക്കറിയാം കോഹ്ലി പോലും അവസാനം ഒരു ഗെയിമിൽ മാത്രമാണ് പെർഫോം ചെയ്തത്. ബാക്കി എല്ലാ ഗെയിമിലും പരാജയമായിരുന്നു. എന്നിട്ടും സഞ്ജു സാംസണെയോ ജയ്സ്വാളിനെയോ ഒന്നും പകരം പരീക്ഷിക്കാൻ ക്രിക്കറ്റ് ബോർഡ് തയ്യാറായില്ല. നമ്മൾ ഓർക്കണം, വേൾഡ് കപ്പ് നമ്മൾ ജയിക്കുന്നത് ബാറ്റ്സ്മാൻമാരുടെ കാര്യത്തിലല്ല. അവസാന 4 ഓവർ വരെ സൗത്ത് ആഫ്രിക്ക ജയിക്കാൻ പോവുകയാണെന്ന് എല്ലാവരും കണക്ക് കൂട്ടിയതാണ്. അവരുടെ കയ്യിൽ നിന്ന് ബൗളേഴ്സ് ആ ഗെയിം തട്ടിപ്പറിച്ചെടുത്തതാണ്. ബുംറയുടെ നേതൃത്വത്തിലുള്ള ബൗളേഴ്സ് ഗ്രൂപ്പ്. ഞാൻ പറഞ്ഞു വരുന്നത്, അവസരങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ സഞ്ജുവിനോ ജയ്സ്വാളിനോ ഒക്കെ പെർഫോം ചെയ്യാൻ കഴിയുമായിരുന്നു. ശ്രീലങ്കൻ പര്യടനത്തിലേക്ക് മടങ്ങി വന്നാൽ സഞ്ജു പെർഫോം ചെയ്തിട്ടുള്ളത് 2020-ലല്ല, വൺഡേയിലാണ്. ലാസ്റ്റ് വൺഡേയിൽ അദ്ദേഹത്തിന് സെഞ്ചുറി അടിച്ച ആളാണ്, അത് സൗത്ത് ആഫ്രിക്കെതിരെ എവേ ഗെയിമില്. എന്നിട്ടും വൺഡേ ടീമിൽ സഞ്ജുവിന് സ്ഥാനമില്ല. ആകെപ്പാടെ സ്ഥാനം കിട്ടിയത് 2020-ലാണ്. അതും പ്ലേയിങ് 11 വരാൻ തുലവും സാധ്യത കുറവാണ് എന്ന് ഓർക്കണം. ഒന്നും വേണ്ട, വേൾഡ് കപ്പിന് ശേഷം നടക്കുന്ന ക്രിക്കറ്റ് പരമ്പരകളിൽ വേൾഡ് കപ്പിൽ കളിക്കാൻ അവസരം ലഭിക്കാത്തവർക്ക് മുൻഗണന നൽകണമെന്നുള്ള സാമാന്യ മര്യാദ പോലും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് കാണിച്ചിട്ടില്ല. വേൾഡ് കപ്പിൽ നന്നായി പെർഫോം ചെയ്ത ഋഷഭ് പന്ത് ഉള്ളിടത്തോളം കാലം വിക്കറ്റ് കീപ്പറിന്റെ റോളിൽ ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല. പിന്നെ ബാറ്റ്സ്മാന്റെ സ്ഥാനം, അതിന് അത്രയും കൂടെ സാധ്യതയില്ല. എന്ന് പറഞ്ഞാൽ സഞ്ജുവിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും.